പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസ് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നടത്തി. MP ഫണ്ടിൽ നിന്നും അനുവദിച്ച 20 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ആംബുലൻസ് വാങ്ങിയത്. ചാലക്കുടി MP ബെന്നി ബെഹനാൻ MP ഫണ്ടിൽ നിന്നും അനുവദിച്ച 20 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിക്ക് ആംബുലൻസ് വാങ്ങി നൽകിയത്. വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് MP ബെന്നി ബെഹനാൻ നിർവഹിച്ചു. ഇവിടെ നേരത്തെ ഒരു ആവശ്യമുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പണം അനുവദിച്ചാണ്, പക്ഷേ സാങ്കേതിക തടസ്സം കൊണ്ട് താമസിച്ചു പോയതാണ്. ഏതായാലും എൻ്റെ MP ഫണ്ട് ഞാൻ കൂടുതൽ പരിഗണന കൊടുക്കുന്നത് ഒന്ന് ആരോഗ്യ മേഖലയ്ക്കും ഒന്ന് വിദ്യാഭ്യാസ മേഖലയ്ക്കുമാണ്. ഇത് രണ്ടും നമുക്ക് വളരെ അത്യാവശ്യമാണ്. എല്ലാ സർക്കാർ ആശുപത്രികളും, പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിനും അതുപോലെ തന്നെ ജില്ലാ ആശുപത്രിക്കും താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും സഹായം ചെയ്യാനായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഞാൻ ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. നമുക്ക് ഗവൺമെൻറ് ആശുപത്രികളെ, എല്ലാ തരത്തിലുള്ള ഗവൺമെൻറ് ആശുപത്രികൾക്ക് കൂടുതൽ മെഷീനറി കൊടുക്കാനും അവർക്ക് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സിനും വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ നമുക്കറിയാം ജനപ്രതിനിധികളുടെ സഹായം ആവശ്യമാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും സർക്കാർ ആശുപത്രിയാണ്. ഇവിടെ തന്നെ കിട്ടിയത് 1000 ഔട്ട് പേഷ്യൻസ് ആണ് ഒരു ദിവസം വരുന്നത്. ഇവിടുത്തെ ഏത് മേജർ ഹോസ്പിറ്റൽസിൽ പോലും അത്രയും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ വരുന്ന ആളുകൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ഒരു ഏറ്റവും പ്രാധാന്യമുള്ള സംഗതിയായിട്ട് വഹിക്കുന്നു. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി ഇനിയും സഹായിക്കാൻ ഞങ്ങളുണ്ടാവും. MLA മനോജ് മുത്തേടൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ആശുപത്രിയുടെ സൗകര്യങ്ങളിലേക്ക് താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മാറ്റുമെന്ന് MLA പറഞ്ഞു. നമുക്ക് എത്ര ആംബുലൻസ് ഉണ്ടെങ്കിലും തികയാത്ത നിലകളാണ് പലപ്പോഴും ഉള്ളത്. ചില സമയത്ത് നമ്മൾ ആംബുലൻസ് വിളിച്ചാൽ നമുക്ക് ഇവിടുത്തെ ആംബുലൻസിൽ ഒന്നും മതിയാകാതെ വരാറുണ്ട്. പലപ്പോഴും നമ്മൾ പുറത്തു നോക്കിയാണ് ആംബുലൻസ് വിളിക്കേണ്ടി വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇവിടെ നമുക്കൊരു സ്വന്തമായൊരു ആംബുലൻസ് നമ്മുടെ ആശുപത്രിയുടെ ഭാഗമായി വീണ്ടും ഉണ്ടാകുമ്പോൾ അത് നമുക്ക് വലിയ ഗുണകരമായി മാറും. അപ്പോൾ ആ നിലയിൽ ഈ ഒരു ആംബുലൻസ് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ നേരത്തെയുള്ള മുനിസിപ്പൽ സമിതി എത്ര കാര്യം ലഭിച്ചവരോട് പറയും 2 വർഷമായി അതിൻ്റെ ഫണ്ട് നൽകിയിട്ട്, പക്ഷേ അത് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത് ലഭ്യമായപ്പോൾ 2 വർഷം കഴിഞ്ഞു. നമുക്ക് താലൂക്ക് ആശുപത്രി ആയിരക്കണക്കിന് രോഗികൾ വന്നു പോകുന്ന ഒരു ആശുപത്രിയാണ്. നമുക്കിവിടെ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആ സൗകര്യങ്ങളെ കുറെ കൂടി കാര്യക്ഷമമാക്കി നമുക്ക് മുന്നോട്ട് പോകാം. ജനപ്രതിനിധികളെല്ലാവരും ഓരോ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നഗരസഭയാണെങ്കിലും MLA ആണെങ്കിലും MP ആണെങ്കിലും നമുക്ക് സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും ഒക്കെ ഓരോ ആതുര കേന്ദ്രങ്ങൾക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ ആവശ്യമുണ്ട്. ഈ പദ്ധതികളെല്ലാം നടപ്പിൽ വരേണ്ടത്, അല്ലെങ്കിൽ ഈ പദ്ധതികളെല്ലാം അത് ഉദ്ദേശിക്കുന്ന നിലയിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാകുന്നത് കൃത്യമായി അത് രോഗികൾക്ക് ആശ്വാസമായി മാറുമ്പോഴാണ്. നഗരസഭ ചെയർപേഴ്സൺ സംഗീത KN സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർമാൻ ബിജു ജോൺ ജേക്കബ്, മുൻ MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത പ്രകാശ്, സൂപ്രണ്ട് ഡോക്ടർ റോസമ്മ, മുൻ നഗരസഭ ചെയർമാൻ പോൾ പാത്തിക്കൽ, സക്കീർ ഹുസൈൻ, വാർഡ് കൗൺസിലർമാർ, HMC മെമ്പർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആംബുലൻസിന് പല രീതിയിലുള്ള ശബ്ദങ്ങളുണ്ട്. അതൊരു രോഗിയെ എടുക്കാൻ പോകുമ്പോഴുള്ള ശബ്ദം, അല്ലെങ്കിൽ രോഗിയെ വഹിച്ചുകൊണ്ട് പോകുമ്പോൾ മറ്റൊരു ശബ്ദം, അത്യാസന നിലയിൽ രോഗിയെ കൊണ്ടുപോകുമ്പോഴുള്ള ശബ്ദം, അങ്ങനെ പല രീതിയിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചാണ് ആംബുലൻസ് പുറപ്പെടുക. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ എവിടെയും വലിയ ബ്ലോക്കാണ്. എത്ര ബ്ലോക്ക് വന്നാലും പെട്ടെന്ന് കടന്നു പോകുന്നൊരു വാഹനം ആംബുലൻസാണ്. അത് മലയാളികളിൽ മനസ്സാണ്. തീർച്ചയായും നമ്മുടെ ആശുപത്രിയുടെ ആംബുലൻസിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട MP ശ്രീ ബെന്നി ബെഹനാൻ നമുക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ടായി. ഈ ആശുപത്രിയിൽ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഏകദേശം 6 കോടി രൂപയോളം നിർമ്മാണ പ്രവർത്തനം നടത്തി. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നമുക്ക് നൽകിയിട്ടുള്ള 3 കോടി രൂപയുടെ പദ്ധതിക്ക് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനാവശ്യമുള്ള മറ്റ് ഇലക്ട്രിക് രീതിയിലുള്ള ആവശ്യങ്ങളൊക്കെ ഇപ്പോൾ പദ്ധതികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇത് ഈ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകാൻ സഹായിക്കും. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.